ഈ എൻ്റേത് മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ടുള്ളതാണ്, ഇതെനിക്ക് വേണ്ടിയതാണ് എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാട് മാറ്റിയാലേ നിങ്ങൾ പാതി ലെറ്റ് ഗോ ചെയ്തു. കാഴ്ചപ്പാട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അതൊരു ഈഗോൻ്റെ കളി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു വ്യക്തി എൻ്റേത് മാത്രമാവുമ്പോഴാണ് എൻ്റെ ലൈഫ് മീനിങ് ഫുൾ ആവുന്നത് എന്നുള്ള ആ ഒരു തോട്ടിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്. പിന്നീട് ചെയ്യേണ്ടത് ആ ഒരു എൻ്റേത് മാത്രമാണ് എന്നതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ഇമോഷൻസ് ഉണ്ടല്ലോ, ആ ഒരു ഇമോഷൻസിനെ വന്നിട്ട് അവയർനെസ്സിലൂടെ ഇല്ലാതാക്കുക എന്നതാണ്. സോ ഇവിടെ ഞാൻ വിസിറ്റർ തിയറി എന്ന് പറഞ്ഞൊരു സംഭവം ഇൻക്ലൂഡ് ചെയ്യുകയാണ്. കാരണം നമ്മളൊക്കെ ഇവിടെ വിസിറ്റേഴ്സാണ്. നമ്മൾ ഇവിടെ നമുക്കൊന്നും നഷ്ടപ്പെടാനുമില്ല, ഒന്നും നേടാനുമില്ല, നമ്മൾ ജസ്റ്റ് കാണാൻ വന്നവരാണ് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കുക, ഊട്ടി, കൊടൈക്കനാലോ, എങ്ങോട്ടെങ്കിലും. സോ അവിടെ വന്നിട്ട് നിങ്ങൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു, സീനറീസ് എൻജോയ് ചെയ്യുന്നു. പക്ഷെ അവിടെ വന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല അല്ലേ. അതായത് നിങ്ങൾ അവിടെ ഒരു വീട് മേടിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് എൻ്റേത് മാത്രമാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാനൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ യു വിൽ ബി ബാക്ക് ടു യുവർ ഹോം അല്ലേ. സോ നമ്മുടെ ഹോം വന്നിട്ട് ഇതല്ല, നമ്മളിവിടെ ജസ്റ്റ് വിസിറ്റേഴ്സാണ്. അപ്പോൾ വിസിറ്റേഴ്സായിട്ടുള്ള നമ്മൾ ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോയി സങ്കടപ്പെടുന്നതിലും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ നമ്മുടെ മനസമാധാനം കെടുത്തുന്നതിലും, അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നതിലും എന്ത് ഗുണമാണുള്ളത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമുക്ക് തന്നെയാണ് സ്ട്രെസ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ചിലരൊക്കെ പറയും ദൈവം സ്നേഹിക്കുന്നവർക്ക് നിറയെ കഷ്ടതകൾ കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു സെൻറ്റൻസ് കേട്ടിട്ടില്ല. അത് കാലാകാലങ്ങളായി പറഞ്ഞു വരുന്നതാണ്. കാരണം സഫറിങ്സിൻ്റെ ഉള്ളിലും ഒരു സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അതൊരു പാറ്റേൺ ആണ്. ശരിക്കും പറഞ്ഞാൽ ഏത് ദൈവമാണ് വന്നിട്ട് നമുക്ക് സഫറിങ് തരാൻ ആഗ്രഹിക്കുന്നത്? സഫറിങ് വന്നിട്ട് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നതാണ്. മനസ്സിലായി? നമ്മുടെ മൈൻഡ് സെറ്റ് കാരണം കൊണ്ട് നമ്മൾക്ക് തന്നെ സഫറിങ് കൊടുക്കുകയാണ്. അല്ലാതെ ദൈവം ഒരിക്കലും നമ്മളെ സഫർ ചെയ്യിപ്പിക്കുന്നില്ല. ദൈവത്തോട് ആ ഒരു ഡിവൈൻ എനർജി ആയിട്ട് നമ്മൾ അടുക്കുന്തോറും നമ്മളിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ആവുകയാണ് ചെയ്യുന്നത്. അറിയോ? അതേപോലെ തന്നെ ഈ ഒരു ലോകത്തിലെ എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിലെ ജേർണി വന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്മൂത്ത് ആവുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു ദൈവം വന്നിട്ട് നിങ്ങൾക്ക് സഫറിങ് തരുന്നില്ല. നിങ്ങളുടെ മൈൻഡിലാണ് നിങ്ങൾ സഫർ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.